അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ്റെ തുടക്കത്തിലെ ഏതാണ് സ്ക്രീനുകൾ, പിന്നെ അതുപോലെ ഓത്തൻറ്റിക്കേഷൻ്റെ സ്ക്രീനുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ UI നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ്, അതിൻ്റെ ബാക്കിൽ നടക്കുന്ന കുറച്ച് ഫങ്ഷനാലിറ്റികൾ നമുക്ക് ചെയ്യാൻ. കാരണം നമുക്ക് അതാദ്യം ചെയ്തിട്ട് പോണതായിരിക്കും നമുക്ക് നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇനി വരുന്ന സ്ക്രീനുകളിൽ ഈ ഡാറ്റ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഈ ഡാറ്റ ഉണ്ടായാലേ നമുക്ക് ഈ ഒരു UI ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യണതിന് നല്ലത് നമുക്ക് ഇപ്പോഴേ ചെയ്തു പോകണതായിരിക്കും. 2 പ്രധാനപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബാക്ക് എൻഡ് സിസ്റ്റം ചെയ്യാനുണ്ട്. ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും ഫെച്ച് ചെയ്തെടുക്കാനും നമുക്കൊരു ഡാറ്റാബേസ് വേണം. നമ്മളുടെ ആപ്ലിക്കേഷൻ്റെയും ഡാറ്റാബേസിൻ്റെയും ഇടയിലായിട്ട് നമുക്കൊരു API സെർവർ വേണം. നമ്മളൊരു HTTP വഴി റിക്വസ്റ്റ് റെസ്പോൺസ് രീതിയിലാണ് നമ്മളിത് ചെയ്യേണ്ടാവുക. അപ്പോൾ നമുക്ക് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു API സെർവർ വേണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഓത്തൻറ്റിക്കേഷൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടോക്കൺ ബേസ്ഡ് ഓത്തൻറ്റിക്കേഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ടോക്കൺ സ്റ്റോർ ചെയ്ത് വെക്കണം. അതുപോലെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ യൂസറിൻ്റെ കുറച്ച് ഡാറ്റ നമുക്ക് നമ്മളെ സ്റ്റേറ്റിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതായത് ഇൻ മെമ്മറി സ്റ്റേറ്റിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളുടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ലോഗിൻ ആയിട്ടുണ്ടോ എന്നുള്ളൊരു സ്റ്റേറ്റ്, അങ്ങനെ കുറച്ച് ഫ്ലാഗുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓണാക്കിയതിന് മുതൽ അത് എൻഡ് ചെയ്യണ വരെയുള്ള ലൈഫ് സൈക്കിളിൽ നമുക്ക് മാനേജ് ചെയ്യാനുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സെറ്റപ്പ് ചെയ്യാനുണ്ട്. ഈ 2 കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട് നമുക്ക് ഫസ്റ്റിലേ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് അടുത്ത സ്ക്രീനുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കൂടുതൽ ഫങ്ഷൻസ് നമുക്ക് ആഡ് ചെയ്ത് അത് നമുക്ക് ബിൽഡ് ചെയ്ത് പോവാം. അപ്പോൾ ബാക്ക് എൻഡ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലും പല ടെക്നോളജി പല ലാംഗ്വേജിൽ നമുക്ക് ചെയ്യാം. ഡാറ്റാബേസ് നമുക്ക് ഏത് ഡാറ്റാബേസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിനൊന്നും പ്രോബ്ലം ഇല്ല. നമ്മുടെ റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് Node.jsലെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ഒരു ലൈബ്രറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ Node.jsൻ്റെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ്, ഒരു വെബ് ഫ്രെയിം വർക്കാണ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻസിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ടിപ്പിക്കൽ ഒരു വെബ് ആപ്ലിക്കേഷൻ ഉള്ള ഒരു API സെർവർ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫങ്ഷനാലിറ്റികളും ഈ ഒരു Express.jsലുണ്ട്. പിന്നെ സ്റ്റേറ്റ് മാനേജിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് Redux ആണ്. UI ഫ്രെയിം വർക്കുകളിൽ ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് Redux എന്ന് പറയുന്നത്. Redux നമുക്ക് പല UI ഫ്രെയിം വർക്കുകളിലും യൂസ് ചെയ്യാൻ പറ്റും. റിയാക്ട് നേറ്റീവ്, അതുപോലെ ആംഗുലാർ, Vue.js, ഈവൻ വാനില ജാവാസ്ക്രിപ്റ്റിൽ വരെ നമുക്ക് Redux യൂസ് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഒരുപാട് നമുക്ക് പറയാനുണ്ട്. നമുക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് കൂടുതൽ പറയാം. പിന്നെ അതുപോലെ റിയാക്റ്റും Redux കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒരു മിഡിൽ വെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു UI ബൈൻഡിങ് ലൈബ്രറി എന്ന് വേണമെങ്കിൽ പറയാം ഈ Redux-ന്. അതായത് Redux-ഉം നമ്മളുടെ റിയാക്ട് ആപ്ലിക്കേഷൻ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു ലൈബ്രറിയാണ് Redux എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ലൈബ്രറിയും ഒരുമിച്ച് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടാവുക. അപ്പോൾ അതാണ് 2ാമത്തെ കാര്യം. അപ്പോൾ നമുക്ക് ഇപ്പോൾ Express.js ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു API സെർവർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ ഈ എക്സ്പ്രസിൻ്റെ ഈ ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷനാണ് ഈ ഒരു വെബ്സൈറ്റ് expressjs.com. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഗെറ്റിംഗ് സ്റ്റാർട്ടഡിൽ വരാണെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം നോട്ട് പാക്കേജസ് ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് തന്നെ നമുക്കൊരു NPM അപ്ലിക്കേഷന് ഇനീഷ്യലൈസ് ചെയ്യാം. ഒരു പാക്കേജ് .js ആണ് നമുക്കിവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാം. അത്രയും ഇവർ പറയുന്നുള്ളൂ ഒരു മിനിമം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഒരു ഇത്രയും ലൈൻ ഓഫ് കോഡ്സ് നമ്മൾ അതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ അപ്പ് ആൻഡ് റണ്ണിങ് ആവും. അത്രയും മതി ആക്ച്വലി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്തുണ്ടാന്ന് വെച്ചാൽ എക്സ്പ്രസ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളുണ്ട് എക്സ്പ്രസിൻ്റെ തന്നെ. ഈ ഒരു ടൂള് ഈ ഒരു NPS എക്സ്പ്രസ് ജനറേറ്റർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പ്രസിൻ്റെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് കിട്ടും. അതൊരു പ്രൊവൈഡ് അതിൽ പാക്കേജ് .json അതുപോലെ വ്യൂസ് റൗട്ടിൻ്റെ കുറച്ച് പാക്കേജസ് അങ്ങനെ ആക്കിയിട്ട് ഒരു മിനിമം വേണ്ടിയിട്ടുള്ള ഫയലുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ടെംപ്ലേറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക, അതിൽ നമ്മൾ പാക്കേജസ് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യുക, NPM സ്റ്റാർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റണ്ണായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് എക്സ്പ്രസ് ജനറേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അപ്പോൾ അതിന് തന്നെ ഞാൻ ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഫുഡ് ഡെലിവറി ബാക്ക് എൻഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഈ എക്സ്പ്രസ്
ജനറേറ്റർ യൂസ് ചെയ്യാം. അപ്പം ഞാനിതൊരു VS കോഡിൽ ഓപ്പൺ ചെയ്യാണ്. നമുക്ക് ഇവിടെ ഒരു ടെർമിനൽ തുറന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ PX എക്സ്പ്രസ് ജനറേറ്റ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കുറച്ച് ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു package.json കാണാം, അതിൽ കുറച്ച് ഡിപ്പെൻഡൻസീസും ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസീസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് ഒന്നുമില്ല, npm ഇൻസ്റ്റാൾ അടിച്ച് കഴിഞ്ഞാൽ അതിലുള്ള package.jsonലുള്ള ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ആവും. അപ്പോൾ അതിൽ നമ്മുടെ എക്സ്പ്രസിൻ്റെ ലൈബ്രറി ഉണ്ട്. അതുപോലെ കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് ലോഗ് ചെയ്യാനുള്ളതും പിന്നെ അതുപോലെ കുറച്ച് ലൈബ്രറീസും വ്യൂവിന് വേണ്ടിയിട്ടുള്ള ഒരു ടെംപ്ലേറ്റിംഗ് ലൈബ്രറി, അങ്ങനെ കുറച്ച് ലൈബ്രറികൾ അതിലുണ്ട്. ഇതെല്ലാം നമുക്ക് വേണമെന്നില്ല, ചിലത് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ പാക്കേജസ് എല്ലാം ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് npm സ്റ്റാർട്ട് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ റൺ ആയിട്ടുണ്ട്. നമുക്ക് ക്രോം നമ്മുടെ ബ്രൗസറിൽ കയറിയിട്ട് നമുക്ക് ജസ്റ്റ് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അത് ബൈ ഡീഫോൾട്ട് അത് 3000 എന്ന് പറഞ്ഞ പോർട്ടിലായിരിക്കും അത് റൺ ആയിട്ടുണ്ടാവുക. ഞാൻ 3000 എടുക്കുന്ന സമയത്ത് നമ്മളുടെ എക്സ്പ്രസ് ആപ്ലിക്കേഷൻ അപ്പം ആൻഡ് റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു ബേസിക് ആയിട്ടുള്ളൊരു എക്സ്പ്രസ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്തിട്ട് Node.js ഒരു API സെർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എക്സ്പ്രസ് മാത്രം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടും ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വ്യൂ, 2 റൗട്ട് ഇതിലുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുപോലെ ഇമേജസിനും ജാവാസ്ക്രിപ്റ്റ് സ്റ്റൈൽ ഷീറ്റിനൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കോഡുകളൊക്കെ ഓൾറെഡി എഴുതി വെച്ച കോഡുകൾ നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് പണി അതിൽ നിന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എക്സ്പ്രസ് ജനറേറ്റർ. അപ്പോൾ ഇതിൽ ഈ ബിന്നിൻ്റെ അകത്ത് ഈ www എന്ന് പറഞ്ഞ ഫയൽ, ഈ ഒരു ഫയലായിരിക്കും ഇതിൻ്റെ ഇനീഷ്യൽ ഫയൽ. ഇതിൽ നിന്നായിരിക്കും ആപ്ലിക്കേഷൻ റൺ ആവുണ്ടാവുക. അപ്പോൾ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ server.listen എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോഴാണ് ഈ സെർവർ സ്റ്റാർട്ട് ആവുന്നത്. സെർവറിനൊക്കെ ഇവിടെ മുകളിൽ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ app.js ഇവിടെ വേറെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു മൊഡ്യൂളിനെ എക്സ്പോർട്ട് ചെയ്തിട്ട് അതാണ് ഈ www യൂസ് ചെയ്തിട്ട് ഇവിടെ നിന്നാണ് അത് സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ഈ www ഇൻറ്ററാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ app.js ഇൻറ്ററാക്ട് ചെയ്താൽ മതി. ഇതിലിപ്പോൾ മെയിനായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ടാവുക, നമുക്കിവിടെ കുറച്ച് റൗട്ടുകൾ ആഡ് ചെയ്യേണ്ടി വരും. ഇവിടെ ടെംപ്ലേറ്റ് എൻജിൻ, ഇപ്പോൾ ടെംപ്ലേറ്റ് എൻജിൻസ് ഒന്നും നമുക്ക് ആവശ്യം വരുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ 404 എററൊക്കെ അടിക്കുമ്പോൾ എറർ ഹാൻഡ്ലിങ്ങിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റായ URL ഒക്കെ അടിക്കുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരു ഫംഗ്ഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് പ്രീ ബിൽഡായിട്ട് ഇതിൽ കൂടെ വരുന്ന സംഭവങ്ങളാണ്. പിന്നെ അതുകൂടാണ്ട് ഇവിടെ റൗട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ആ റൗട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ 2 കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യേണ്ടാവുക. പിന്നീട് നമുക്ക് വേണ്ടി വരാം ഈ റൗട്ടുകളായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡെക്സ് റൗട്ടിൻ്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്, ഒരു യൂസേഴ്സ് റൗട്ട് ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാതെ നമുക്ക് കളയാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു ബേസിക് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ നമുക്ക് ഡാറ്റാബേസ് കണക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഡാറ്റാബേസിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് MongoDB ആണ്. അത് ഞാൻ പറഞ്ഞില്ല, MongoDB ആണ് നമുക്ക് ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ MongoDB യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റൗട്ട്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ app.js കാണാൻ പറ്റും 2 റൗട്ടുകളാണ് ഇവിടെ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു എൻ പോയിന്റുകളൊന്നും കൊടുക്കാത്ത ഒരു ഇൻഡെക്സ് റൗട്ടർ കൊടുത്തിട്ടുണ്ട്. യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻ പോയിന്റ് കൊടുത്തിട്ട് ഒരു യൂസേഴ്സ് റൗട്ടർ എന്ന്. അപ്പോൾ ഈ ഇൻഡെക്സ് റൗട്ടറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു എൻ പോയിന്റുകളൊന്നും ഇല്ലാത്ത ഒരു URLലേക്ക് അവർ ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെയ്ഡ് ഫയൽ, അതായത് ഇവിടെ വ്യൂസിൻ്റെ അകത്ത് ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞ ജെയ്ഡ് ഫയൽ ഉണ്ട്. പിന്നെ അതിലേക്ക് ഒരു പാരാമീറ്റർ ടൈറ്റിൽ പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു API ഈ ഒരു റൗട്ടിലേക്കാണ് ആദ്യം നമ്മൾ കയറിയത്. നമ്മൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് 3000 എന്ന പോർട്ടിൽ കയറിയപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ആ ഒരു റൗട്ടാണ്. പിന്നെ അടുത്തൊരു റൗട്ട് എന്ന് വെച്ചാൽ യൂസേഴ്സിൻ്റെ ഒരു റൗട്ടാണ്. അപ്പോൾ അത് നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആപ്പിൽ വരാണെന്നുണ്ടെങ്കിൽ /users പിന്നെ എൻ പോയിന്റുകളൊന്നുമില്ല അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ്, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രം റെസ്പോൺസ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ വന്നിട്ട് /users അടിക്കുമ്പോൾ കാണാൻ പറ്റും ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രം ഒരു റെസ്പോൺസ് ആയിട്ട് കിട്ടും. ഇതൊരു ടെംപ്ലേറ്റിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ മാത്രമാണിത്. നമുക്കിതൊക്കെ മാറ്റാം. നമുക്ക് ആക്ച്വലായിട്ടുള്ള ഓത്തൻറ്റിക്കേഷൻ്റെ കുറച്ച് APIകളായിരിക്കും നമുക്ക് ആദ്യം ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളുടെ ഡാറ്റാബേസ് MongoDB നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അത് നമ്മുടെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യണം.
അപ്പോൾ മോങ്കോ DBനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാടുണ്ട്. അതിനായിട്ട് ഒരു വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാവാനും SQL ലാംഗ്വേജിനെക്കാട്ടി നല്ലത് ഒരു NoSQL ഡാറ്റാബേസ് ആയിരിക്കും. ഒരു JSON കീ വാല്യൂ പെയർ ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് മെത്തഡാണ് മോങ്കോ DBക്കുള്ളത്. കോളംസും റോസിനും പകരം ഡോക്യുമെന്റ്സ് കളക്ഷൻസ് എന്നൊക്കെ ആയിരിക്കും മോങ്കോ DBയിലെ ടെർമിനോളജികൾ. ഒരു സ്കീമ നമുക്ക് കൊടുക്കേണ്ടി വരില്ല. ഡൈനാമിക് ആയിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഈ മോങ്കോ DBക്ക് ഉണ്ട്. അതിലോട്ടൊന്നും നമുക്ക് കടക്കണ്ട. അപ്പോൾ നമുക്ക് ഇപ്പോൾ മോങ്കോ ക്ലയൻറ്റ് ലൈബ്രറി യൂസ് ചെയ്തിട്ട് നമ്മളുടെ എക്സ്പ്രസ് ആപ്ലിക്കേഷനായിട്ട് മോങ്കോ DB എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കണക്ഷന് മുമ്പായിട്ട് മോങ്കോ DB ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. മോങ്കോ DBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള mongodb.com കയറിയിട്ട് പ്രൊഡക്ട്സിൽ വരാണെന്നുണ്ടെങ്കിൽ അറ്റ്ലസ് പോലത്തെ ക്ലൗഡ് വേർഷൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ലോക്കൽ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി എഡീഷൻ ഉണ്ട്. അതിൽ കമ്മ്യൂണിറ്റി സെർവറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അതിൻ്റെ വേർഷൻസ്, പ്ലാറ്റ്ഫോം, പാക്കേജ് ഒക്കെ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാം. സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അതേപോലെ തന്നെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണ്ടോയെന്ന് അറിയണമെങ്കിൽ സാധാ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് മോങ്കോ വേർഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾഡ് ആയി നമുക്ക് മനസ്സിലാക്കാം. ഇനി ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ട് ക്ലയൻറ്റ് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും. മോങ്കോ DBയുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ഒരു കോമ്പസ് നമുക്ക് ഷെല്ല് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കോമ്പസ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മോങ്കോ ഡാറ്റാബേസായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഇവിടെ പ്രൊഡക്ട്സിൽ വന്നിട്ട് കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതും ഇതുപോലെ സെർവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത പോലെ അതും ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെ ആയിരിക്കും ആ ഒരു ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ്റെ ഒരു യൂസർ ഇൻ്റർഫേസ് വരുന്നുണ്ടാവുക. ഇവിടെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ന്യൂ കണക്ഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ആ ഒരു മോങ്കോ DBയുടെ URL അടിക്കേണ്ടി വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം തന്നെ മോങ്കോ DB എന്ന് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഹോസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പോർട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ലോക്കലിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുക്കുക. പിന്നെ ഡീഫോൾട്ട് പോർട്ട് 27017 ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഏതാണ് കൊടുത്തതെന്ന് വെച്ചാൽ അത് കൊടുക്കേണ്ടി വരും. പിന്നെ യൂസർ നെയിം പാസ്വേഡും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിന് മുമ്പായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കണക്റ്റ് അടിക്കാൻ നമ്മളുടെ ലോക്കൽ ഡാറ്റാബേസിലോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും എൻ്റെ കയ്യിലുള്ള ഡാറ്റാബേസുകൾ. ഇതെല്ലാം ആണ്. നമുക്ക് പുതിയൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു Node.js അതുപോലെ മോങ്കോ കണക്ട് ചെയ്യുന്ന ഒരു ലൈബ്രറി വേണം. അത് വെച്ചിട്ടായിരിക്കും നമ്മളെ API സെർവർ, നമ്മളുടെ ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ മോങ്കോ DB ആയിട്ട് കണക്ട് ചെയ്യേണ്ടാവുക. അപ്പോൾ ഈ കണക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ആ ഒരു മോങ്കോ DBയുടെ Node.jsന്റെ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരിട്ട് കണക്ഷൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ODM, അതായത് ഒബ്ജക്റ്റ് ഡോക്യുമെന്റ് മാപ്പിംഗ് പോലെ നമുക്ക് സ്കീമകൾ പോലെ ഉണ്ടാക്കിയിട്ട്, അതായത് ഒരു മോഡലുകൾ ആപ്ലിക്കേഷൻസിൽ ഉണ്ടാക്കിയിട്ട് അതൊരു സ്കീമ പോലെ കണക്ട് ചെയ്ത് അങ്ങനെ മോങ്കൂസ് എന്നൊക്കെ പറയുന്ന കുറച്ച് ലൈബ്രറികൾ ഉണ്ട്. അങ്ങനെ ആയിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പം ഇവിടെ ഞാൻ നേരിട്ട് അതിൻ്റെ ഒരു ഡ്രൈവർ വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് മോങ്കോ DBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ റിസോഴ്സസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈവേഴ്സ് കാണാൻ പറ്റും. ഈ ഡ്രൈവേഴ്സിൽ വരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ലാംഗ്വേജുകളിലേക്കുള്ള ഡ്രൈവേഴ്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് Node.jsന്റെ എടുക്കാം. Node.jsന്റെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, പിന്നെ കണക്ഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ടും ഇത്രയും കാര്യങ്ങൾ കൊടുത്താൽ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ URL ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മളതിൽ URL. കോമ്പസ് വെച്ച് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം URL തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോഡിൽ കുറച്ചും കൂടി വ്യത്യാസം വരുത്തിയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു ക്ലയൻറ്റ് ലൈബ്രറി അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ ലൈബ്രറി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് npm install MongoDB. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ MongoDB ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒന്ന് കുറച്ച് സ്ട്രക്ചർ ചെയ്യുക. റിയാക്ട് നേറ്റീവ് ആപ്ലിക്കേഷൻ സ്ട്രക്ചർ ചെയ്ത പോലെ തന്നെ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ അകത്ത് ഞാൻ MongoDB service.js അങ്ങനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് പേര് നമുക്ക് എന്താ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക്
ആ ഒരു മോങ്കോ ക്ലയൻറ്റിനെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലയൻറ്റ് കിട്ടി. നമ്മളുടെ ആ ഒരു URL നമുക്കിവിടെ ആദ്യം എടുത്ത് വെക്കാം. നമ്മൾ നേരത്തെ അടിച്ച അതേ URL തന്നെ. ഇനി നമുക്കൊരു ക്ലയൻറ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാം. മൾട്ടിപ്പിൾ ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് URL പാസ് ചെയ്യുക. അപ്പോൾ ഇത് ഒരു ക്ലയൻറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ഇനി മൾട്ടിപ്പിൾ ഡാറ്റാബേസിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസുകൾ ഉണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ഈ മോങ്കോ ക്ലയൻറ്റിൻ്റെ കണക്റ്റ് ഫംഗ്ഷൻ വിളിച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ മോങ്കോ ക്ലയൻറ്റ് ഡോട്ട് കണക്റ്റ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് കണക്ഷൻ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം. ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു കണക്ഷന് എക്സ്പോർട്ട് ചെയ്യണം. നമുക്കിനി ആപ്ലിക്കേഷൻ്റെ ലോഡപ്പിൽ തന്നെ നമുക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമുക്കിവിടെ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മളെ മോങ്കോ DB ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കണക്റ്റഡ് എന്ന് കിട്ടിയേക്കണേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു കണക്ഷൻ ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഇവിടെ ലോഗ് ചെയ്ത് നോക്കാം. നമ്മളുടെ കണക്ഷൻ ഒബ്ജക്റ്റ് ഇവിടെ ലോഗായിട്ട് കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ മോങ്കോ DB ആയിട്ടുള്ള കണക്ഷൻ്റെ ഒബ്ജക്റ്റ്. ഇവിടെ നിന്നായിരിക്കും നമ്മൾ ഓരോ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുക. ഓരോ കളക്ഷനിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസൊക്കെ ഫൈൻഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്വറികളൊക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോങ്കോ DB കണക്ഷൻ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല ഈ ഒരു URL അതുപോലെ ഡാറ്റാബേസിൻ്റെ കളക്ഷനുകളുടെ ഒക്കെ പേരുകളൊക്കെ നമുക്ക് ഒരു കോൺഫിഗ് ഫയലിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് അതിനെ എടുത്ത് യൂസ് ചെയ്യണ പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ config.js ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ഞാനൊരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യണം. ഇവിടെ അതിന് തന്നെ ഞാനൊരു മോങ്കോ കോൺഫിഗ് ക്രിയേറ്റ് ചെയ്യാം. അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ അതിന് തന്നെ നമുക്ക് ആ ഒരു കണക്ഷൻ URL പിന്നെ അതുപോലെ നമ്മളുടെ ഡാറ്റാബേസിൻ്റെ പേര് നമുക്കിവിടെ കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്ന പേര് ഫുഡ് ഡെലിവറി DB എന്നുള്ളൊരു പേര് നമുക്ക് കൊടുക്കാം. അതായിരിക്കും നമ്മുടെ ഡാറ്റാബേസിൻ്റെ പേരായിട്ട് വരുന്നുണ്ടാവുക. പിന്നെ ഞാനൊരു കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നമുക്കിനി ഇതിൽ യൂസ് ചെയ്യാൻ പോണ കളക്ഷൻസ് അതിൻ്റെ പേരുകളൊക്കെ നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ഞാൻ തന്നെ ഒരു യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് പേര് നമുക്ക് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഒരു കോൺഫിഗ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ കുറച്ചും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു കോൺഫിഗിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇവിടെ ഒരു സ്റ്റാറ്റിക് മെത്തേഡ് എഴുതണം. അതുകൂടാതെ ഞാനിവിടെ ഒരു സ്റ്റാറ്റിക് വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യണം. ഇനീഷ്യലി ഇത് നല്ലായിരിക്കും. ഇനി ഇവിടെ നമുക്ക് നമ്മളുടെ മോങ്കോ കണക്ഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ മോങ്കോ കോൺഫിഗിൻ്റെ അകത്ത് നമ്മളെ കണക്ഷൻ URL ഉണ്ട്. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യേണ്ടാവുക ഒരു പ്രോമിസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കണക്ഷൻ കിട്ടും. ഇനി സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ അകത്തോട്ട് ഞാൻ നമ്മളെ ഡാറ്റാബേസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഡാറ്റാബേസിൻ്റെ പേര് നമ്മൾ അത് കോൺഫിഗിൽ എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസിൻ്റെ സ്റ്റാറ്റിക് വേരിയബിളിലോട്ട് നമ്മുടെ ഡാറ്റാബേസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ കണക്ഷൻ ചെയ്തിട്ടുള്ള ഡാറ്റാബേസിൻ്റെ ആ ഒരു ഇൻസ്റ്റൻസ് ഇതിൻ്റെ അകത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുമ്പോൾ ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ അകത്ത് നമ്മളുടെ ഡാറ്റാബേസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് സർവീസിൻ്റെ അകത്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ അകത്ത് നമുക്ക് ഡാറ്റാബേസ് ഉപയോഗിച്ചിട്ട് ക്വറികളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു മെത്തേഡിന് നമുക്ക് ഈ കണക്ഷനോട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ലോഗ് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എറർ ലോഗും കൂടെ കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ക്ലാസ് മോങ്കോ DB ക്ലാസ്സിനെ എക്സ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ app.jsൽ നമ്മൾ ഈ ഒരു കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇനി മോങ്കോ DB നാക്കാം. അതുപോലെ ഈ കണക്ഷന് പകരം നമുക്ക് മോങ്കോ DB .connect to മോങ്കോ DB. ഇതൊരു സ്റ്റാറ്റിക് മെത്തേഡ് കാരണം നമുക്ക് അതിൻ്റെ കൺസ്ട്രക്ടറിൻ്റെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് റൺ ചെയ്യാം ആദ്യം.
ഞാൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കാണാൻ പറ്റി മോങ്കോ ഡി ബി കണക്റ്റഡ് ആയിട്ട് പറഞ്ഞിട്ട് കാണാൻ പറ്റി. നമ്മുടെ ഡാറ്റാബേസ് ആയിട്ട് നമുക്ക് കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടി ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു URL-ഉം പിന്നെ അതുപോലെ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ IP അഡ്രസ്സും പോർട്ട് നമ്പറും നമുക്കിവിടെ ഒരു package.jsonൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രൊജക്റ്റ് കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ആദ്യം മോങ്കോ പോർട്ട് നമുക്ക് ഞാൻ 3000 കൊടുക്കുക. അതുപോലെ IP അഡ്രസ്സ് ഞാൻ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കേണ്ടത് തൽക്കാലം. പിന്നെ അതുപോലെ നമ്മളുടെ മോങ്കോ URL നമുക്ക് ഇവിടെ നിന്ന് എടുക്കുക. അപ്പോൾ ഞാൻ ആ പ്രൊജക്റ്റ് കോൺഫിഗ് ഞാൻ ഇവിടെ മാത്രം ഇമ്പോർട്ട് ചെയ്യണുള്ളൂ. നമുക്ക് ഇവിടെ നിന്ന് പിന്നെ പ്രൊജക്റ്റിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യണ എല്ലാ ഫയലുകളിൽ നമുക്ക് ഇവിടെ നിന്ന് അതിനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ടാണ് ഞാനിവിടെ config.js എന്ന് പറഞ്ഞിട്ടുള്ള ഫയലും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിളിൻ്റെ അകത്തോട്ട് പ്രൊജക്റ്റ് കോൺഫിഗിന് എടുത്ത് വെക്കാം. നമുക്ക് ഇവിടെ URL ഇവിടെ എടുക്കാം. അതുപോലെ ഇവിടെ മോങ്കോ കോൺഫിഗ് പോലെ സെർവർ കോൺഫിഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി IP അഡ്രസ്സും അതുപോലെ പോർട്ട് നമ്പറൊക്കെ കൊടുക്കുന്നത് ഈ നമ്പർ ആദ്യം പറഞ്ഞിട്ട് www-ൻ്റെ അകത്താണ്. അപ്പോൾ പോർട്ട് ഈ ലിസണിൻ്റെ അകത്താണ് ആ ഒരു പോർട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് ആ ഒരു കോൺഫിഗ് നമുക്ക് ഇവിടെ എടുക്കാം. സെർവർ കോൺഫിഗ് നമുക്ക് ഇവിടെ എടുക്കാം. അതിനുശേഷം ഇവിടെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പോർട്ട് ഹോസ്റ്റ് നെയിം അതെല്ലാം നമുക്ക് പാസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സെർവർ config.port IP പോർട്ട് നമുക്ക് ഇവിടെ പാസ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് ഞാനിവിടെ ഒരു ലോഗ് എഴുതണം. നമുക്ക് കണക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലോഗ് എഴുതണം. ഞാൻ ഒന്നും കൂടെ റൺ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ആ ഒരു IP പോർട്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ മോങ്കോ DB കണക്റ്റഡ് ആയിട്ട് കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്തെന്ന് മാത്രം. നമുക്ക് ഇനി എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് എക്സ്റ്റേണലി വരുത്തണമെന്നുണ്ടെങ്കിൽ നേരിട്ട് ഇവിടെ വരുത്താം. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തുന്നുള്ളൂ മോങ്കോ URL മാത്രം. അപ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ പോയി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നിന്ന് തന്നെ package.jsonൽ തന്നെ നേരിട്ട് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അതല്ലാതെ config.jsലായാലും നമുക്ക് നേരിട്ട് ചെയ്യാം. ഡിപ്പെൻഡൻസി കാര്യങ്ങളെല്ലാം ഇതിൽ മാനേജ് ചെയ്യണതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു APIകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓത്തൻറ്റിക്കേഷൻ്റെ APIകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് യൂസർ രജിസ്ട്രേഷൻ്റെ ഒരു API വേണം. പിന്നെ യൂസറിൻ്റെ ലോഗിൻ്റെ ഒരു API വേണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ റൗട്ട്സിൻ്റെ അകത്ത് ഞാനൊരു റൗട്ടിന് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. authentication.js എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ നോർമലി നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് എടുക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരുന്നുണ്ടാവുക. പിന്നെ അതുപോലെ നമുക്ക് ഈ ഒരു യൂസേഴ്സിൻ്റെ ഒരു റൗട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ അത് റിമൂവ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് ആ ഒരു ഓത്തൻറ്റിക്കേഷൻ ആദ്യം തന്നെ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ ഇവിടെയാണ് അതിനെ മാപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു യൂസേഴ്സിനെ മാറ്റിയിട്ട് API കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യത്തെ APIക്ക് രജിസ്റ്റർ എന്ന് കൊടുക്കാൻ പോകണം. കാരണം രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അതുപോലെ അതിൻ്റെ മെത്തേഡ് ഞാൻ പോസ്റ്റ് കൊടുക്കാൻ പോകണം. അപ്പോൾ ഈ രജിസ്റ്റർ എന്ന് പറഞ്ഞ APIയിലോട്ട് നമുക്ക് ആദ്യം തന്നെ ബോഡി, അതായത് അതിൻ്റെ റിക്വസ്റ്റ് ബോഡിയിലായിരിക്കും അതിൻ്റെ ഡാറ്റാസ് എല്ലാം ഇരിക്കേണ്ടവ. അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഈ ഒരു എക്സ്പ്രസ്സിൽ request.body എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഈ ബോഡി കിട്ടും. നമുക്കപ്പോൾ ഈ ഒരു ബോഡിനെ ഒന്ന് ലോഗ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ റെസ്പോൺസ് ആയിട്ട് കൊടുക്കണമെങ്കിൽ JSON ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോഡിനെ ഞാൻ റെസ്പോൺസ് ആയിട്ടും കൊടുക്കണം. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ റണ്ണായി. ഇനി നമുക്ക് ഈ ഒരു API നമുക്ക് കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളാണ് ഞാൻ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ ഒരു നമ്മുടെ ആപ്ലിക്കേഷനായിട്ടൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഈ ബേസ് URL എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണം.
അതിൽ നമ്മൾ IP അഡ്രസ്സും പോർട്ട് നമ്പറും കൊടുക്കുക. സേവ് ചെയ്തിട്ട് നമുക്ക് ആദ്യത്തെ ഒരു റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഓത്തൻറ്റിക്കേഷൻ്റെ APIs എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തിടാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പോസ്റ്റ് മെത്തേഡായിട്ടുള്ള API/register, അപ്പോൾ ഇതിൻ്റെ ബോഡിയിലോട്ട് ഒരു JSON റിക്വസ്റ്റ് ബോഡിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇമെയിൽ, അതുപോലെ യൂസർ നെയിം, പാസ്വേഡ്, ഓക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബോഡിയും ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിത് സെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആ ഒരു റെസ്പോൺസ് ബോഡി തന്നെയാണ് അവിടെ നിന്ന് റിട്ടേൺ ചെയ്തത്. അപ്പോൾ അതേ റെസ്പോൺസ് തന്നെ അവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആപ്ലിക്കേഷൻ്റെ ലോഗ് നോക്കാം. അപ്പോൾ ഈ ലോഗ് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ആ ഒരു നമ്മൾ അവിടെ കൊടുത്ത ആ റിക്വസ്റ്റ് ബോഡി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളിവിടെ ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി റിക്വസ്റ്റ് ബോഡിയിൽ വരുന്ന ഈ ഒരു ഡാറ്റാബേസിലോട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ സർവീസസിൻ്റെ അകത്ത് ഞാൻ ഓത്തൻറ്റിക്കേഷൻ സർവീസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ തന്നെ ഒരു യൂസർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇതിലോട്ട് പാരാമീറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ യൂസറിൻ്റെ ഒബ്ജക്റ്റ് കിട്ടുന്നുണ്ടാവും. ഞാനിതൊരു അസിൻക്രണസ് ഫംഗ്ഷനായിട്ട് കൊടുക്കാം. ഒരു ട്രൈ ക്യാച്ച് ബ്ലോക്കിൽ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു യൂസർ ഒബ്ജക്റ്റിനെ ഡാറ്റാബേസിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റിനെ റെഡിയാക്കാം. അപ്പോൾ ഞാനിങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഇനി ഇതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ ഒരു യൂസർ ഒബ്ജക്റ്റ് ആക്കി വെക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നേരിട്ട് യൂസർ പാസ് ചെയ്യായിരുന്നു. നമുക്ക് ഇനി ഇതിൽ പലത് ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വേറൊരു സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ആക്കിയത്. ഇനി നമുക്ക് നമ്മളുടെ MongoDBനെ ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. MongoDB സർവീസിൻ്റെ അകത്ത് നമ്മൾ MongoDBനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു യൂസേഴ്സിൻ്റെ കളക്ഷൻ നമ്മൾ Mongo കോൺഫിഗിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കളക്ഷൻ നമുക്കിവിടെ പേര് കൊടുക്കുക. mongoconfig.collections.users കളക്ഷൻ. ഇവിടെ നമുക്ക് insert1 എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുക. അതിലോട്ട് നമുക്ക് ഈ ഒരു യൂസർ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ലോഗ് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഈ ക്യാച്ചിലും ഒരു ലോഗ് എഴുതാം. ഇത് നമുക്ക് ഫംഗ്ഷനെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഞാനൊരു ഒബ്ജക്റ്റിനാണ് എക്സ്പോർട്ട് ചെയ്യണം. ഒബ്ജക്റ്റ് ഓഫ് ഫങ്ഷൻസിനായിരിക്കും ഞാൻ എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് ഫങ്ഷൻസിന് വരും. നമ്മൾ ഓത്തൻറ്റിക്കേഷൻ റൗട്ടിൽ ഞാൻ ആ ഫങ്ഷനെ എടുക്കാൻ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഫങ്ഷൻ കോൾ ചെയ്തിട്ട് അതിലോട്ട് നമുക്ക് ബോഡിനെ പാസ് ചെയ്യാം. ഞാനിത് ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യണം ആപ്ലിക്കേഷൻ. ഇനി നമുക്ക് ആ പോസ്റ്റ്മാൻ വഴി ഒന്നും കൂടെ നമുക്ക് ആ API കോൾ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒന്നും കൂടെ ഇത് സെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളെ റെസ്പോൺസ് സെയിം തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല. നമുക്ക് നമ്മുടെ ഡാറ്റാബേസിൽ ഡാറ്റ കയറി നോക്കാം. ഇവിടെ ഞാൻ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിൽ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ, അതിൽ നമ്മളുടെ ഡാറ്റ ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ ലോഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മത് വെയിറ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ലോഗ് അത് കറക്റ്റ് വന്നില്ല. നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയില്ല. നമുക്ക് ആ പ്രോമിസ് മാത്രമേ കിട്ടിയുള്ളൂ. നമുക്കിത് ഇപ്പോൾ ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ഞാൻ ആ ഡാറ്റ ഒന്നും കൂടെ റിമൂവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഞാൻ പോസ്റ്റ്മാൻ വഴി ആ API കോൾ ചെയ്യാൻ പോകും. ഇത്തവണ എടുക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ നമുക്ക് അക്നോളേജ്ഡ്, അതുപോലെ ആ ഒരു ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ID നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഇവിടെ റിട്ടേൺ ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ കണ്ടീഷൻ ഇതാണ്, അക്നോളേജ്ഡ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇൻസേർട്ടഡ് ID ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഒരു റെസ്പോൺസ്, ഒരേ ടൈപ്പ് റെസ്പോൺസിനെ നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാം. അതായത് ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും, പിന്നെ അതുപോലെ ഒരു മെസ്സേജ്, പിന്നെ അതുപോലെ നമുക്കൊരു ഡാറ്റ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഡാറ്റകളൊന്നുമില്ല. നമുക്ക് ശരിക്കും രജിസ്റ്റർ ചെയ്യുമ്പോൾ ടോക്കൺ റിട്ടേൺ ചെയ്യണം. അത് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് കൊടുക്കാം.
അതിൻ്റെ എൽസ് കേസിൽ നമുക്ക് അതിൻ്റെ വേറെ മെസ്സേജ് കൊടുക്കാം. അതുപോലെ ക്യാച്ചിലും നമുക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. ഇപ്പോൾ ക്യാച്ചിലാകുമ്പോൾ നമുക്ക് എററും ഉള്ളതുകൊണ്ട് നമുക്കൊരു വേണമെങ്കിൽ എറർ നോട്ടുള്ളൊരു പ്രോപ്പർട്ടിയും കൂടി ആ ഒരു റെസ്പോൺസിൽ ആഡ് ചെയ്യാം. ഞാനൊന്നും കൂടെ ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമ്മളുടെ ആ ഒരു റൗട്ടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ ചെയ്ത റെസ്പോൺസ് നമുക്ക് ഇവിടെ എടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആക്കി എഴുതുന്നതിനാണ്. നമുക്ക് ഈ റെസ്പോൺസിനെ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യാം. ഇത് ഒന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത്തവണ ഞാൻ ഇത് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ റെസ്പോൺസ് ഇങ്ങനെ ആയിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷൻ നമ്മൾ അവിടെ നിന്ന് കൊടുത്ത അതേ റെസ്പോൺസിൽ കിട്ടിയിട്ടുണ്ട്. ഡാറ്റാബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസിൽ നമ്മൾ ഡാറ്റ ഇവിടെ കയറിയിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം അത് സെൻഡ് ചെയ്ത് തരണം. 2 പ്രാവശ്യം ഡാറ്റ ഇതിലുണ്ട്. അപ്പോൾ യൂസർ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സെയിം ആയിട്ടുള്ള യൂസർ നെയിം കയറാൻ പാടില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു വാലിഡേഷൻ ചെയ്യണം, ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഡെക്സുകൾ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു കളക്ഷനിലെ യൂസർ നെയിമും ഇമെയിലും യൂണീക്കായിട്ട് ആയിരിക്കണം അത് ഉണ്ടാവേണ്ടത്. അപ്പോൾ നമുക്ക് MongoDBയിൽ തന്നെ അതിൻ്റെ ഇൻഡെക്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കോമ്പസ് വഴി തന്നെ ഇവിടെ ഇൻഡെക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇവിടെ ഒരു മോങ്കോ ഷെല്ലുണ്ട്. മോങ്കോ ഷെല്ലിൽ നമുക്ക് MongoDBയുടെ കമാൻഡുകൾ അടിക്കാം. കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ MongoDBയിൽ റിസോഴ്സസിൽ വരാണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ എടുത്തിട്ട് അതിൽ ഡെവലപ്പ് ആപ്ലിക്കേഷൻസിൽ MongoDB മാനുവൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ റെഫറൻസസ് ഒന്നും മോങ്കോ ഷെൽ മെത്തേഡ്സ് എഴുതിയിട്ടുണ്ടാവും. ഈ ഷെൽ മെത്തേഡ്സിൽ കളക്ഷൻ മെത്തേഡുകൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് കാണാം. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ഇവിടെ ഒരു യൂണീക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു കോമ്പസിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് തന്നെ ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ നമുക്കൊരു നെയിം കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു യൂണീക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഇത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ MongoDB ഓട്ടോമാറ്റിക്കലി ഒരു പേര് ഇതിന് കൊടുക്കും. ഇനി ആ ഒരു ഫീൽഡ് നമുക്ക് സെലക്ട് ചെയ്യുക, യൂസർ നെയിം എന്ന് പറഞ്ഞ ഫീൽഡ് സെലക്ട് ചെയ്യുക. പിന്നെ അപ്പോൾ ഇവിടെ അത് അസെൻഡിങ് ആണോ ഡിസെൻഡിങ് ആണോ അതിൻ്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓപ്ഷൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് യൂണീക്ക് ഇൻഡെക്സ് അത് ചെക്ക് ചെയ്ത് കൊടുക്കുക, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും യൂസർ നെയിം എന്നുള്ളത് ഇപ്പോൾ ഒരു യൂണീക്ക് ഇൻഡെക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഞാനൊന്നും കൂടി അത് സബ്മിറ്റ് ചെയ്യാം. നമ്മളുടെ ആ ടെസ്റ്റ് യൂസർ ആ ഒരു ഇപ്പോൾ ഞാനിവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാറ്റ ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേ സെയിം യൂസർ നെയിം ഉപയോഗിച്ച് ഞാനിവിടെ നിന്ന് ഒന്നും കൂടി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു എററാണ് വന്നത്. നമ്മളുടെ ആ ക്യാച്ച് ഫംഗ്ഷനിൽ അത് കയറി ഇവിടെ ഒരു കോഡ് ഉണ്ട് 11000 എന്ന് വെച്ചാൽ അതൊരു യൂണീക്നെസ് തെറ്റിയതിൻ്റെ ഒരു എററാണ്. അപ്പോൾ നമുക്കത് ഇവിടെ ക്യാച്ച് ചെയ്യാൻ പറ്റി. ഇവിടെ പറയുന്നുണ്ട് യൂസർ നെയിം എന്നുള്ളതാണ് യൂണീക്നെസ് തെറ്റിയത്. അതുപോലെ അതിൻ്റെ കീ വാല്യൂ ഇതാണ് ആ ഒരു വാല്യൂ. ഇപ്പോൾ ഇത് ഓൾറെഡി ഉണ്ടെന്നാണ് ഇവിടെ MongoDB നമ്മളടുത്ത് പറയണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇമെയിലിൽ നമുക്ക് ഇതുപോലെ ഒരു യൂണീക്ക് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഇമെയിലും യൂണീക്കായിട്ട് ചെയ്തു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് യൂണീക്നെസ് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു എറർ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 2 മൊഡ്യൂളുകൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് ഒന്ന് bcrypt എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂള്, പിന്നെ ഒരു JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂള്. bcrypt എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ പാസ്വേഡ് നമുക്ക് ഹാഷ് ചെയ്യാനായിട്ട്. നമ്മളെ രജിസ്ട്രേഷൻ ടൈമിൽ നമ്മൾ പാസ്വേഡ് റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ഹാഷ് ചെയ്തിട്ട് വേണം ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു bcrypt എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറി യൂസ് ചെയ്യാം. ഇപ്പോൾ കുറേ ലൈബ്രറികളുണ്ട്. Node.jsൻ്റെ തന്നെ ബിൽഡിനായിട്ടുള്ള ക്രിപ്റ്റോ ലൈബ്രറി ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ bcrypt ആണ് യൂസ് ചെയ്യണത്. പിന്നെ അതുപോലെ രജിസ്ട്രേഷൻ്റെ സമയത്തായാലും ലോഗിൻ്റെ സമയത്തായാലും റെസ്പോൺസ് ആയിട്ട് കൊടുക്കുക ഒരു ടോക്കൺ ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടോക്കൺ ബേസ്ഡ് ഓത്തൻറ്റിക്കേഷൻ ആണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ടോക്കൺ ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ലൈബ്രറി JSON വെബ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ഡാറ്റ ഒക്കെ എൻകോഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഈ ഒരു bcryptഉം അതുപോലെ JSON വെബ് ടോക്കണും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇവിടെ അവരുടെ GitHub റെപ്പോസിറ്ററിയിൽ കയറിയിട്ട്
അതിൽ ഇൻസ്റ്റലേഷൻ്റെ കമാൻഡുകളുണ്ട്, അത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ രജിസ്ട്രേഷൻ്റെ സർവീസ് ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ ആ ഒരു bcryptനെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഹാഷ് നമുക്ക് എടുത്തു വെക്കാം. അപ്പോൾ ഇതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അത് വെയിറ്റ് ചെയ്തിട്ട് അതിനെ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലോട്ട് നമ്മളുടെ പാസ്വേഡിനെ എടുത്തു വെക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര റൗണ്ട് സോൾട്ടാണ് അത് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ ഒരു സോൾട്ട് ഞാനൊരു 10 ആണ് കൊടുക്കുന്നത്. ഇത്രയും കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഹാഷ് ഇവിടെ സ്ട്രിങ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഈ പാസ്വേഡ് ഹാഷ് നമുക്ക് ഇവിടെ പാസ്വേഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് അത്രയും മതി. ഇനി ലോഗിൻ്റെ സമയത്തായിരിക്കും നമുക്ക് ഈ ഹാഷും പിന്നെ നമ്മളുടെ പാസ്വേഡും തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അടുത്തതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിട്ടേൺ ആയിട്ട് റെസ്പോൺസ് നമുക്ക് തിരിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഡാറ്റ വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു റിട്ടേണിലെ ഡാറ്റ നമുക്ക് ടോക്കൺ ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള JSON വെബ് ടോക്കൺ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ താഴെയായിട്ട് ഈ ഒരു ഡാറ്റാബേസിലോട്ടുള്ള സേവിങ് സക്സസ് ആണെന്നുണ്ടെങ്കിൽ ആ കേസിൽ നമുക്ക് ടോക്കൺ അവിടെ ജനറേറ്റ് ചെയ്യാം. അപ്പം ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിലോട്ട് ഞാൻ ഇവിടെ JWTയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ JSON വെബ് ടോക്കിൻ്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള സൈൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യും. ഈ സൈനിൻ്റെ ഫംഗ്ഷനിലോട്ട് ആദ്യം തന്നെ ഒരു പേലോഡായിട്ടാണ് അത് എടുക്കണ്ടാവുക. അപ്പോൾ പേലോഡ് നമുക്ക് ഒരു സ്ട്രിങ് ആയിട്ടും കൊടുക്കുക, ഒരു ഒബ്ജക്റ്റ് ആയിട്ടും കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ആദ്യം തന്നെ യൂസർ നെയിം നമ്മളുടെ അവിടെ നിന്ന് വന്നിട്ടുള്ള യൂസർ നെയിം തന്നെ കൊടുക്കുക. അതുപോലെ ഇമെയിൽ, ഇപ്പോൾ ഇമെയിലും യൂസർ നെയിമുമാണ് ഞാൻ ഇതിൻ്റെ പേലോഡായിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടാവുക ഒരു സീക്രട്ടാണ്. നമ്മൾ ഒരു സീക്രട്ട് ഇതിൽ കൊടുക്കണമെങ്കിൽ ആ സീക്രട്ട് വെച്ചിട്ടായിരിക്കും ഇത് എൻക്രിപ്റ്റ് ചെയ്യേണ്ടാവുക. അപ്പോൾ ആ സീക്രട്ട് നമുക്കൊരു സ്ട്രിങ് ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഞാൻ തൽക്കാലം ഇവിടെ ഒരു ചെറിയൊരു സ്ട്രിങ് പാസ് ചെയ്യണം. ഇവിടെ അടുത്തതായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഇതിൽ ആക്സെപ്റ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു എക്സ്പയറേഷൻ ഡേറ്റ്, അതായത് എത്ര സമയം ഈ ഒരു ടോക്കൺ വാലിഡേറ്റ് ആവണം എന്നുള്ളതാണ് ഈ ഒരു എക്സ്പയേഴ്സ് ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ അതിലോട്ട് നമുക്ക് സെക്കൻഡ്സ് ആയിട്ട് കൊടുക്കുക. അതായത് ഇങ്ങനെ കൊടുത്താൽ ഇത് 1 സെക്കൻഡാണ്. ഇത് ഓരോ ഇൻറ്റിജറും 1 സെക്കൻഡ് ആയിട്ട് വരും. എനിക്ക് 1 ഹവർ കൊടുക്കണമെങ്കിൽ എനിക്ക് 16:16 കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടേതായിട്ട് തന്നെ ഒരു സ്ട്രിങ് ആയിട്ട് കൊടുക്കും. 24H എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 24 ഹവേഴ്സ് അതിൻ്റെ വാലിഡേഷൻ ആയിട്ട് അത് വരും. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ടോക്കൺ ഇവിടെ കിട്ടും. ഇനി ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റിൽ ഡാറ്റയുടെ അകത്ത് എനിക്ക് ടോക്കൺ വെച്ച് കൊടുക്കും. ഇനി ഈ ഒരു സീക്രട്ടിനെ നമുക്ക് നമ്മളുടെ കോൺഫിഗിലോട്ട് മൂവ് ചെയ്യാം. ഈ ഒരു കോൺഫിഗിൻ്റെ അകത്ത് ഞാൻ ടോക്കൺ സീക്രട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കോൺഫിഗ് ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ കൊടുക്കണം. നമ്മൾ ഓതൻറ്റിക്കേഷൻ സർവീസിൽ ടോക്കൺ സീക്രട്ടും കൂടി ഞാൻ ഇമ്പോർട്ട് ചെയ്യണം. ഈ സ്ട്രിങ്ങിന് പകരം ഞാൻ ആ ടോക്കൺ സീക്രട്ട് ഇവിടെ വെച്ച് കൊടുക്കും. ഇത്രയും ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ്റെ ആ ഒരു API ഏകദേശം ഓക്കെ ആയിട്ടുണ്ടാവും. നമുക്ക് പോസ്റ്റ്മാൻ വഴി ഒന്ന് അതിനെ കോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ സെൻഡ് ചെയ്യുമ്പോൾ സെയിം യൂസർ നെയിം പാസ്വേഡ് ആയതുകൊണ്ട് എറർ അടിച്ച്, കാരണം യൂസർ നെയിം ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ചേഞ്ച് വരുത്താം. ഇനി ഇമെയിലിൻ്റെ എറർ അടിക്കാൻ സാധ്യതയുണ്ട്, കാരണം ഇമെയിലും ചേഞ്ച് വരുത്തണം. ഞാനത് ചേഞ്ച് വരുത്തണം. ഓക്കെ, ഇത്തവണ നമുക്ക് ടോക്കൺ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഒരു കണ്ടീഷനും കൂടി കൊടുക്കുകയാണ്. ഈ യൂസർ ഇൻപുട്ടിൽ, അതായത് യൂസർ തരുന്ന ഇൻപുട്ടിൽ എന്തെങ്കിലും ഒന്ന് മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് റിട്ടേൺ കൊടുക്കാം. അപ്പോൾ ഇതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ഇതിലേക്കൂട്ട് പോയാൽ മതി. ഒന്നുപോലും മിസ്സാവാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ നമ്മൾ തുടക്കത്തിൽ കൊടുത്തു. ഞാനിതൊന്നും കൂടെ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടെ ഇമെയിൽ മിസ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് നോക്കാം. നമുക്ക് ആ ഒരു എറർ ഇവിടെ കിട്ടി. ഇനി അതല്ല യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും സെയിം എറർ തന്നെ. അപ്പം എല്ലാം വേണമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു കാര്യം വിട്ടുപോയി, ഇവിടെ നോട്ട് എന്നുള്ളത് കൊടുക്കണം. എല്ലാത്തിനും നോട്ട് എന്നുള്ളൊരു സൈൻ ഞാൻ വിട്ടുപോയി. ഇവിടെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ യൂസറെ ഞാൻ ആഡ് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് സേവ് ആയി.
ഇനിയിപ്പോൾ നമുക്ക് ഡാറ്റാബേസിൽ ആ ഒരു പാസ്വേഡ് ഹാഷ് എങ്ങനെയാണ് കയറിയിട്ടുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ 3 യൂസർ ഉണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഡീക്രിപ്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് സേവ് ചെയ്തതുകൊണ്ട് അതിൻ്റെ പാസ്വേഡ് അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പിന്നീട് കയറിയ യൂസറും അതിൻ്റെ പാസ്വേഡ് പിന്നെ ഹാഷ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ്, ഡീക്രിപ്റ്റ് വെച്ച് ഹാഷ് ചെയ്തിട്ടുള്ള പാസ്വേഡാണ്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഒരു യൂസർ നെയിം ഇമെയിൽ ഓൾറെഡി ഒരു യൂസർ എക്സിസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെസ്പോൺസ് കിട്ടണം ഇങ്ങനത്തെ ഒരു റെസ്പോൺസാണ്. അപ്പോൾ ഇതൊരു മീനിങ് ഫുൾ റെസ്പോൺസ് അല്ല, ഇത് നമുക്ക് ക്ലയൻറ്റ് സൈഡിലോട്ട് നമുക്ക് റിട്ടേൺ ചെയ്യുന്ന റെസ്പോൺസ് ആണിത്. അപ്പോൾ ഇത് ഈ എറർ ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഒന്നും നമ്മൾ ക്ലയൻറ്റ് സൈഡിലോട്ട് പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ അതുപോലെ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെന്നുള്ളൊരു മെസ്സേജ് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. കാരണം നമ്മൾ MongoDB നമുക്കൊരു ഇൻഡെക്സ് വെച്ചിട്ടുള്ളൊരു എറർ മെസ്സേജും ഈ കോഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ക്ലയൻറ്റ് സൈഡിലോട്ട് റിട്ടേൺ ചെയ്യാം. അപ്പോൾ നമ്മളെ കോഡിൽ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ക്യാച്ചിൻ്റെ അകത്താണ് നമുക്ക് ആ എറർ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ ക്യാച്ചിൻ്റെ അകത്ത് ആദ്യം തന്നെ ഒരു ഡീഫോൾട്ട് എറർ മെസ്സേജ് ഞാനൊരു വേരിയബിളിലോട്ട് എടുത്തേക്കും. നമ്മളുടെ ഈ ഒരു മെസ്സേജ് ഞാൻ വേരിയബിളിലോട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഇവിടെ ഒരു 2-3 കണ്ടീഷൻ ചെക്ക് ചെയ്യുക. അതായത് എറർ നമുക്കറിയാം ഈ 11000 എന്നുള്ളതായിരുന്നു ആ ഒരു എറർ. അപ്പോൾ എറർ കോഡ് അങ്ങനെ ആവുന്ന സമയത്ത് അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി ചെക്ക് ചെയ്യാം. ഇവിടെ കീ പാറ്റേണും നമുക്ക് കിട്ടുന്നുണ്ട്. യൂസർ നെയിമാണ് ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എറർ മെസ്സേജിൻ്റെ വാല്യൂ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നള്ള് കൊടുക്കാം. ആ ഒരു കണ്ടീഷൻ അവിടെ ഓക്കെ ആയി. നമുക്ക് ഒരെണ്ണം കൂടി കൊടുക്കാം ഇവിടെ ഇമെയിലിനായിട്ട്. ഇപ്പോൾ ഇമെയിലായിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാം ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയാം. ഈ ഒരു മെസ്സേജിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു എറർ മെസ്സേജ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ടുള്ള യൂസർ രജിസ്ട്രേഷൻ ഫെയിൽഡ് എന്ന് വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് MongoDB എന്നുള്ള ആ ഒരു എറർ മെസ്സേജ് നമുക്ക് ക്ലയൻറ്റ് സൈഡിലോട്ട് കൊടുക്കാൻ പറ്റും. ഞാനിത് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് പോസ്റ്റ്മാനിൽ ഒന്നും കൂടി നോക്കാം. ഇപ്പോൾ ഞാൻ സെയിം ഒന്നും കൂടെ ചെയ്യുമ്പോൾ യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ എറർ ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ഒരു എറർ എന്നുള്ളത് വേണമെങ്കിൽ നമുക്കിത് റിമൂവ് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രിങ് ആക്കിയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാം. ഒബ്ജക്റ്റിന് പകരം സ്ട്രിങ് ആക്കിയിട്ട് തിരിച്ച് റിട്ടേൺ ചെയ്യാം. ഞാനൊന്നും കൂടെ ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ളത് കിട്ടുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ യൂസർ നെയിം ഞാനിപ്പോൾ വേറെ കൊടുക്കുകയാണ്. സെൻഡ് ചെയ്യുമ്പോൾ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് കാട്ടി. കാരണം ഇപ്പോൾ ഇമെയിലിൻ്റെ ആണ് പ്രശ്നം. രണ്ടും ശരിയാക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ഇത് വർക്കായി, ടോക്കൺ നമുക്ക് കിട്ടി. ഇപ്പം രജിസ്ട്രേഷൻ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ യൂസറിൻ്റെ ലോഗിനും നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തു പോവാം. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൻ്റെ കോഡ് മൊത്തം എഴുതിയിട്ട് നമുക്കത് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഞാൻ ഈ രജിസ്ട്രേഷൻ്റെ താഴെയായിട്ട് തന്നെ അടുത്തൊരു ഫംഗ്ഷൻ എഴുതാൻ പോകും. നമുക്കതിൻ്റെ റൗട്ട് ശരിയാക്കാം. ഇതേപോലെ തന്നെ ഒരു അടുത്ത പോസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് ലോഗിൻ കൊടുക്കാം. ഇവിടെ അധികം വ്യത്യാസങ്ങൾ വന്നില്ല. ഞാൻ ആ ലോഗിൻ്റെ ആ ഒരു ഫംഗ്ഷൻ സർവീസിൻ്റെ അകത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് പിന്നെ ഇവിടെ URL മാറ്റി കൊടുത്ത് പിന്നെ സെയിം ബോഡി തന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലോട്ട് പാസ് ചെയ്ത് അതിൽ നിന്ന് റെസ്പോൺസ് നമ്മൾ റിട്ടേൺ ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ലോഗിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്താണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആ ഒരു
പാസ്വേഡിൻ്റെ കമ്പാരിസൺ ചെയ്യാനുണ്ട്. അതായത് നമ്മളുടെ ബിക്രിപ്റ്റ് വെച്ചിട്ട് നമ്മൾ ഹാഷ് ചെയ്ത പാസ്വേഡിനെ കമ്പയർ ചെയ്തിട്ട് വേണം ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ. അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ രജിസ്റ്ററിൽ ചെയ്ത പോലെ തന്നെ ഈ ലോഗിൻ്റെ സമയത്ത് യൂസറിന് പാസ്വേഡ് മാത്രം വരുള്ളൂ. അപ്പോൾ ഇമെയിൽ ചെക്ക് ചെയ്യേണ്ട, അപ്പോൾ അത് മാത്രം ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്തിട്ട് അതിലേതെങ്കിലും മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ആ സെയിം എറർ മെസ്സേജ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മളുടെ ഡാറ്റാബേസിൽ പോയിട്ട് ആ യൂസർ നെയിം മാത്രം വെച്ചിട്ട് ഞാൻ ആ യൂസറിനെ ഫൈൻഡ് ചെയ്തെടുക്കും. അതായത് പാസ്വേഡ് നമുക്ക് ഹാഷ് ആയതുകൊണ്ട് നമുക്ക് പാസ്വേഡ് കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ യൂസറിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റാബേസ് MongoDB കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ബിക്രിപ്റ്റിൻ്റെ കമ്പയർ എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആ ഒരു യൂസർ ഇൻപുട്ട് തന്ന അയാളുടെ ശരിക്കുള്ള പാസ്വേഡും പിന്നെ നമ്മളുടെ ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്ന പാസ്വേഡും തമ്മിൽ കമ്പയർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബൂളിയൻ വാല്യൂ കിട്ടും. അപ്പോൾ അത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യുന്നു. ആ ടോക്കൺ റെസ്പോൺസിൽ വെച്ചിട്ട് റിട്ടേൺ ചെയ്യണം. ഇനി അതല്ല പാസ്വേഡ് വെരിഫൈഡ് അതല്ല എന്ന് വിചാരിക്കുക. അതായത് പാസ്വേഡ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻകറക്റ്റ് പാസ്വേഡ് എന്നിട്ടുള്ള വേറൊരു റെസ്പോൺസ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ യൂസർ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസിൽ നമ്മൾ നോ യൂസർ ഫൗണ്ട് എന്നുള്ളൊരു എറർ മെസ്സേജ് തിരിച്ചു കൊടുക്കും. ഇനി എന്തെങ്കിലും എറർ അതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോഗിൻ ഫെയിൽഡ് എന്നുള്ള എറർ മെസ്സേജ് നമ്മൾ തിരിച്ചു കൊടുക്കും. ഇതാണ് ലോഗിൻ്റെ ഒരു ഫങ്ഷൻ വരുന്നത്. ഞാനിതൊന്നും കൂടെ നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമുക്കിവിടെ അടുത്ത ഒരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യാം, ലോഗിൻ പോസ്റ്റ് മെത്തേഡ്. ഇതിൻ്റെ ബോഡിയിലോട്ട് നമ്മൾ ആ ഒരു യൂസർ നെയിം പാസ്വേഡും JSON ആയിട്ട് പാസ് ചെയ്യാം. ഇപ്പോൾ യൂസർ നെയിം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു യൂസർ നെയിം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാസ്വേഡും ഞാൻ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സക്സസ് കിട്ടി. അതിൽ നമുക്ക് ടോക്കൺ കിട്ടി, അത് ഓക്കെയാണ്. ഞാൻ പാസ്വേഡ് ഒന്ന് തെറ്റിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻകറക്റ്റ് പാസ്വേഡിൻ്റെ മെസ്സേജ് വരും. യൂസർ നെയിം തെറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസർ നോട്ട് ഫൗണ്ട് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതോടുകൂടിയിട്ട് നമുക്ക് ലോഗിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും അതായത് ഓത്തൻറ്റിക്കേഷന് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള API നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ API എങ്ങനെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഇതിലൊരു ഫംഗ്ഷൻ കൂടി ആഡ് ചെയ്യേണ്ടി വരും. അതായത് യൂസർ എക്സിസ്റ്റ് ചെയ്യണ ഒരു അത് ചെക്ക് ചെയ്യാനായിട്ടൊരു ഫംഗ്ഷൻ. അതായത് നമ്മ യൂസർ നെയിം രജിസ്ട്രേഷൻ്റെ സമയത്ത് യൂസർ നെയിം അടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇമെയിൽ അടിക്കുമ്പോൾ തന്നെ ഈ അപ്പിൽ തന്നെ നമുക്ക് ആ API ചെക്ക് ചെയ്യുക. അങ്ങനെ ഒരു യൂസർ ഉണ്ടോ, ആ യൂസർ നെയിം ഓൾറെഡി ടേക്കൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു API കൂടി ചെയ്യാം. അത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള 2 API നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതേപോലെ ടോക്കൺ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഫംഗ്ഷനിൽ ആഡ് ചെയ്യാനുണ്ട്. അത് നമുക്കിനി വരും വീഡിയോകളിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഒന്നും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് JS എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലൈബ്രറി അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ സെർവർ സൈഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് API സെർവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്ത് അതിൻ്റെ നമ്മൾ എക്സ്പ്രസ് ജനറേറ്റർ ഉപയോഗിച്ച് നമ്മൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ കുറേ കോൺഫിഗ് ചേഞ്ചസ് അതുപോലെ നമ്മൾ പ്രൊജക്റ്റ് ഒന്ന് സ്ട്രക്ചറാക്കി. പിന്നെ അതുപോലെ നമ്മൾ റൗട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കി. നമ്മൾ MongoDBനെ പറ്റിയിട്ടൊന്ന് നോക്കി. MongoDBയുടെ കോമ്പസ് അതിൻ്റെ ക്ലൈൻറ്റ് ആപ്ലിക്കേഷനായിട്ടുള്ള കോമ്പസ് നോക്കി. അതുപോലെ നമ്മൾ MongoDB ആയിട്ടുള്ള കണക്ഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് അതുപോലെ ഇൻഡെക്സസ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഹാഷ് ചെയ്യാനും പാസ്വേഡ് ഹാഷ് ചെയ്യാനും പിന്നെ അതുപോലെ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ രണ്ട് മൊഡ്യൂളുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ബിക്രിപ്റ്റും അതുപോലെ JSON വെബ് ടോക്കണും നമ്മൾ അത് വെച്ചിട്ട് 2 API അതിൻ്റെ സർവീസുകളും നമ്മൾ ചെയ്ത് ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ നോക്കാം.